പ്രിയ ദൈവവേദനെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ജോസഫിന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലും ആനന്ദ കണ്ണീരും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വാഗ്ദത്തം കണ്ട ജോസഫ് തന്റെ സഹോദരങ്ങളോട് തനിക്ക് ലഭിക്കാനിരിക്കുന്ന നന്മയെക്കുറിച്ച് വ്യക്തതയേറിയ വാഗ്ദത്തം കൈമാറി. ആ വാഗ്ദത്തമാണ് അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഈ സഹോദരങ്ങൾ വലിച്ചെറിയാൻ കാരണമായത്. പിന്നീട് ആ പൊട്ടക്കിണറ്റിനകത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്ത് മിഥ്യാന്യ കച്ചവടക്കാർക്ക് കൊടുക്കുമ്പോൾ ആ സഹോദരങ്ങൾ എല്ലാവരും എന്നോടിത് ചെയ്തല്ലോ എന്ന് പറഞ്ഞുള്ള വല്ലാത്തൊരു വേദന, ഹൃദയം പൊട്ടിയുള്ള കണ്ണുനീര്, എന്നെ ഈ അടിമക്കളത്തിലേക്ക് കൊടുത്തു വിടരുതേ എന്നുള്ള ഒരു ചെറിയ ബാലന്റെ യാചനസ്വരം ആ കണ്ണുനീരിനകത്തിൽ നിശ്ചയമായി ഉണ്ടായിരിക്കാം. പക്ഷേ പിന്നീട് ഏറിയ വർഷങ്ങൾ കഴിഞ്ഞ് ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതിയിൽ താൻ നിലനിൽക്കുമ്പോൾ ഇനിയും വാഗ്ദത്തം ശേഷിക്കുന്നു. കാരണം സഹോദരങ്ങൾ വന്ന് മുട്ടുമടക്കാനുണ്ട്. അത് സംഭവിച്ച ആ ദിവസം താൻ കർത്തന്റെ സന്നിധിയിൽ പോയി കരഞ്ഞു. ആ കരച്ചില് വിഷമത്തിന്റെ അല്ല, കർത്താവ് വാഗ്ദത്തം നിറവേറ്റിയ ആ കരച്ചിലായിരുന്നു. പ്രിയ ദൈവവേദനെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ നിന്നെ വ്യസനിപ്പിച്ച് നീ വല്ലാതെ കരയാൻ ഒരു കാലഘട്ടം ഉണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആനന്ദത്തിന്റെ കണ്ണുനീര് പൊഴിക്കാനും ചില നാളുകൾ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ദിവസം മറന്നു പോകരുത്. അതുകൊണ്ട് വ്യക്തമായി വിളിച്ചു പറ, കർത്താവേ, ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞതിനും എൻ്റെ ഹൃദയത്തിൽ മുറിവുണ്ടായി കരഞ്ഞതും ഇതെല്ലാം കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നിശ്ചയമായും അവരുടെ എല്ലാം നടുവിൽ കർത്താവ് മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നീ നടന്നു പോകുമ്പോഴും നിന്റെ നന്മകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നന്മയും കരുണയും എല്ലാം ആയുഷ്കാലം പിന്തുടരുന്ന ഒരു കാലഘട്ടം അതും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ അധികാരത്തോടെ പറയുകയാണ്. അതുകൊണ്ട് വിളിച്ചു പറ, എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വ്യസനത്തെ മാറ്റി എനിക്ക് ആനന്ദ കണ്ണുനീർ തരുന്ന ദിവസവും എൻ്റെ ദൈവം എനിക്ക് വച്ചിട്ടുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും സംഭവിക്കട്ടെ. ആമേൻ.